ഹാഷിഖ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഹാഷിഖ് താമസിക്കുന്നത് ഇപ്പോൾ ദുബായിലാണ്. ഹാഷിഖ് കുറച്ച് നേരമായി ദുബായിലൊക്കെ ഉഗ്രസ്ഫോടനങ്ങൾ കേൾക്കുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. എന്താണ് അവിടെ നടക്കുന്നത്? യുടെ പ്രതിരോധ ശക്തി വളരെ ഏറെ മെച്ചപ്പെട്ടതായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള ഡ്രോണുകളിൽ നിന്നുമൊക്കെ തന്നെ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയും വലിയൊരു സംഭവം ഇറാനിൻ്റെ പരമോന്നത നേതാവ് കൊലപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഇത്രയൊക്കെ ആയിട്ട് പോലും ചുരുക്കം ചില പ്രശ്നങ്ങളിൽ ഉപരി മറ്റൊന്നും തന്നെ ഇല്ല. ഇവിടെ ആളുകൾ പരിഭ്രാന്തിയിലാണെങ്കിൽ തന്നെയും ഇവിടെ ഒരു വിശ്വാസമുണ്ട്. കാരണം ഇന്ന് ഈ പ്രശ്നങ്ങൾ തുടങ്ങി ഇത്രയും മണിക്കൂറുകളായിട്ടും കാര്യമായ നാശനഷ്ടങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതിന് തക്കതായ രീതിയിലുള്ള പ്രതിരോധ ശക്തി ഉണ്ട് എന്നുള്ളതാണ്. 209ഓളം ഡ്രോണുകളും 107ഓളം മിസൈലുകൾ പോലും വന്നിട്ട് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഉണ്ടായിട്ട് അതിനെയൊക്കെ പ്രതിരോധിച്ചു കൊണ്ടുപോകുന്നു. പക്ഷെ ജനങ്ങളുടെ ആശങ്ക വളരെയേറെയുണ്ട്. പക്ഷേ ആശങ്കപ്പെടാൻ ഒന്നും തന്നെ കാര്യമായിട്ടില്ല. ഇവിടുത്തെ ഭരണകൂടവും ഇവിടെയുള്ള അറബ് രാജ്യങ്ങളും ഒന്നിച്ചു തന്നെയാണ് ജനങ്ങളോടൊപ്പം ഉള്ളത്. യഥാസമയത്ത് വേണ്ട നിർദ്ദേശങ്ങൾ മൊബൈലിലൂടെയും സൈറണിലൂടെയും മുഴക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ഉള്ളിലൊരു ആദി ഉണ്ടായിരുന്നു. അത് ഇവിടെയുള്ള ഗവൺമെൻറ് തലത്തിലുള്ള ഇടപെടലുകളും അവർ തരുന്ന ആശ്വാസവും വളരെയേറെ പ്രചോദനത്തോടു കൂടിയാണ് പോകുന്നത്. ഒപ്പം തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ മാർച്ച് 5 വരെയുള്ള രീതിയിലേക്കുള്ള ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. റംസാൻ മാസമായതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ആളുകളും ഇന്നത്തെ ലീവ് ദിവസം വീടുകളിലാണ്. പക്ഷേ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങളൊക്കെ ഇന്ന് രാവിലെയൊക്കെയുള്ള ഹാഷിഖ് വരുന്നുണ്ട്. അതായത് അബുദാബി കരിപ്പൂർ എയർ അറേബ്യ അത് സർവീസ് നടത്തും എന്നുള്ള വിവരമാണ്. ഉച്ചയ്ക്ക് 2:25 അബുദാബിയിൽ നിന്ന് പുറപ്പെടും. നമ്മുടെ ഇവിടെ 7:40 കരിപ്പൂരിൽ എത്തിച്ചേരും. അതായത് വ്യോമഗതാഗതം ഒരു ചെറിയ രീതിയിലാണെങ്കിലും തന്നെ പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളൊരു നല്ല വാർത്ത കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും ഇറാൻ മേഖലയുടെ അല്ലാതെയുള്ള വ്യോമ ഗതാഗതം എന്തായാലും തുറന്നു കൊടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ റിയാദിൽ നിന്നും കോഴിക്കോടുള്ള എയർലൈൻസ് വന്നതോടുകൂടി ഞങ്ങൾക്ക് പലർക്കും നല്ലൊരു കോൺഫിഡൻസ് ആയിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിലുള്ള ഭീതി പരത്തുന്ന രീതിയിലുള്ള അന്തരീക്ഷമൊന്നും ഗൾഫിലില്ല. എല്ലാവർക്കും ആശങ്കയുണ്ടെങ്കിലും അത് അത്ര വലിയ രീതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇത്രയും വലിയ ഒരു ആശങ്കയുള്ള രാത്രിയായിരുന്നു ഇന്നലെ. അങ്ങനെ ഇന്നലെ ഇത്രയും വലിയൊരു ഡ്രോണും മിസൈലുകളും ഒക്കെ ഉണ്ടായിട്ട് പോലും അതൊന്നും വലിയ പോറലേൽപ്പിക്കാതെ തന്നെ അല്ലെങ്കിൽ വലിയ രീതിയിൽ അത് എഫക്റ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറാനെ കുറിച്ച് ഇത്രയും കാലമായി ഗൾഫ് മേഖലയിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ കരുതിയിരിക്കുന്ന ഒരു ഭീഷണിയുടെ അത്രയും തന്നെ ആഘാതം സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ആരും തന്നെ അത്ര വലിയ പാനിക് ആവേണ്ട ആവശ്യമില്ല. ദിവസങ്ങൾക്കകം തന്നെ ഈ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ UAE പ്രതിരോധ സേന തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം അണ്ടർ കൺട്രോളിലാണ്. ഇവിടെ ബഹ്റൈനിലായാലും ഖത്തറിലായാലും അവരുടെ മിലിറ്ററി ബേസിൽ ആക്രമണങ്ങൾ ഉള്ളത് തന്നെ അത് കൃത്യമായി പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിച്ചത്. സംവിധാനം വളരെ മികച്ചതാണ്. മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ച് തീ പിടിക്കുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? അതെ, ഞാൻ താമസിക്കുന്നത് ഈ എയർപോർട്ടിനടുത്ത് തന്നെയാണ്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കിയാദ മെട്രോ സ്റ്റേഷൻ എന്ന് പറയും. അതിനടുത്ത് ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. മംസാർ ഏരിയയിൽ ഉണ്ടായ കാര്യങ്ങളും അതിൻ്റെ ചീളുകളിൽ നിന്നുണ്ടായ ചെറിയ അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതേ സ്ഥാനത്ത് ദുബായിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷക്ക് അല്ലെങ്കിൽ ഭയപ്പെട്ടതുപോലെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ പ്രതിരോധം തീർത്തിട്ടുള്ളതും. കൃത്യമായ രീതിയിൽ ഈ പറയുന്ന മിസൈലുകളും ഡ്രോണുകളും ഒക്കെ സുരക്ഷിതനായിരിക്കും. വിളിക്കാം, ഇടയ്ക്ക് സേഫ് ആയിട്ടിരിക്കും, പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. അതിന്റെ മുൻകരുതലുകൾ അവർ നൽകുന്നുണ്ടാകും എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. വളരെയധികം നന്ദി സംസാരിച്ചതിന്.